ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് നിയാഗർ വീണ്ടും ആ ഒരു ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോകാൻ, ആ തീഫിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഡെഡ് ബോഡീനെ, കള്ളൻ്റെ ഡെഡ് ബോഡീനെ ഗ്രീൻ ലീവ്സ് ഇട്ട് മൂട്ടി അവർ വീട്ടിലേക്ക് പോകുന്നു. നാളെ രാവിലെ സംസ്കരിക്കാം എന്ന രീതിയിൽ. പക്ഷേ നിയാഗർ വീട്ടിലെത്തിയിട്ടും സമാധാനമില്ലാതെ ഈ ഒരു കള്ളൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഹി ഓപ്പൺ ദ ഡോർ സ്ലോലി, പതുക്കെ വാതിൽ തുറന്നു. ആൻഡ് ദെൻ ക്ലോസ് ഇറ്റ് ക്വയറ്റ്ലി ആഫ്റ്റർ ഹിം, പിന്നെ പതുക്കെ അത് അടച്ചു. നോ വൺ മസ്റ്റ് ഹിയർ ഹിം, ആരും കേൾക്കാതിരിക്കാൻ. ഹി ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് അറ്റ് ഗേറ്റ്, സംശയിച്ചൊന്നുമില്ല. ബട്ട് വാക്ക് ബ്ലൈൻഡ്ലി ഓൺ, നടന്നു. ഡിഡ് ഐ ക്ലോസ് ദ ഗേറ്റ്, ഞാൻ ഗേറ്റ് അടച്ചോ? ഹി വണ്ടേഡ്, അദ്ദേഹം അത്ഭുതപ്പെട്ട്. ഹി ലുക്ക്ഡ് ബാക്ക്, പിന്നിലേക്ക് നോക്കി. യെസ്, ഹി ഹാഡ് ക്ലോസ്ഡ്, ഗേറ്റ് അടച്ചു. ഓർ ഇറ്റ് ലുക്ക്ഡ് ക്ലോസ്, അടച്ച പോലെയുണ്ട്. അപ്പാർട്ട് ഫ്രം എ സിനിസ്റ്റർ സൗണ്ട്, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. വിച്ച് ഒക്കേഷണലി റോൾഡ് ത്രൂ ദ നൈറ്റ്, രാത്രിയിൽ എവറിത്തിങ് വാസ് സൈലൻറ്റ്, എല്ലാം സൈലൻ്റ് ആയിരുന്നു. ഡോൺ മസ്റ്റ് ഹാവ് ബീൻ അപ്രോച്ചിങ്, പുലർച്ചെ ആവാറായിട്ടുണ്ട്. ദ ഫെയിൻറ്റ് ആൻഡ് ഗോൾഡൻ ഗ്ലീംസ് ഓഫ് ലൈറ്റ്, വളരെ മങ്ങിയതും ഗോൾഡൻ ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഗ്ലീംസ് കാണുന്നുണ്ട്. വിച്ച് യൂഷ്വലി ഹെറാൾഡ് ദ ബർത്ത് ഓഫ് ന്യൂ ഡേ, അത് കാണിക്കുന്നത് പുതിയൊരു ദിവസം തുടങ്ങാറായി, നേരം വെളുക്കാറായി എന്നാണ്. ദ ഈസ്റ്റ് ഷൂട്ടിംഗ് സ്കൈവേർഡ്സ്, ഈസ്റ്റ് സൈഡിൽ ആകാശത്തിൻ്റെ. ഫ്രം ദ ബവൽസ് ഓഫ് ദ എർത്ത്. ഹി മസ്റ്റ് ഹാവ് എ ലോട്ട് ഓഫ് മണി ഇൻ ഹിസ് പോക്കറ്റ്, നിയാഗർ സെഡ് അലൗഡ്. ഹി ന്യൂ ദാറ്റ് ദ സ്റ്റോക്ക് തീവ് സോൾഡ് സ്റ്റോളൻ കാറ്റിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിയാഗർ വേറെ ഒന്നിനല്ല പോകുന്നത്. നിയാഗറിന് തോന്നി ഈ കള്ളൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവുന്നു. ഇവർ കൊന്ന് പച്ച ഇത് ഇട്ടിട്ടുള്ള കള്ളൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവും തോന്നി. ആ ഒരു പണം എടുക്കാനായിട്ടാണ് ഇപ്പം നിയാഗർ പോകുന്നത്. ഓക്കെ, ദ അതേഴ്സ് വർ ഫൂളിഷ് നോട്ട് വി ഹാവ് സെർച്ച്ഡ് ഹിം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർ മണ്ടന്മാരായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ സെർച്ച് ചെയ്യാൻ. ഹി സ്റ്റോപ്ഡ് ആൻഡ് ലിസൺ. വാസ് സംബഡി കമ്മിങ്, ആരെങ്കിലും വരുന്നുണ്ടോ? നോ, ആരുമില്ല. ഹി വാസ് മിയർലി ഹിയറിംഗ് ദ എക്കോ ഓഫ് ഹിസ് ഓൺ ഫുഡ് സ്റ്റെപ്പ്, അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളുടെ ശബ്ദം തന്നെയാണ് കേട്ടിരുന്നത്. പെർഹാപ്സ് ദ അതർ ടു തീവ്സ് ഹു ഹാഡ് എസ്കേപ്ഡ് ആർ നൗ ബാക്ക് അറ്റ് ദ സീൻ, ഹി തോട്ട് നെർവസ്ലി. അപ്പോൾ നിയാഗറിന് പേടിയൊക്കെ ഉണ്ട്, ആ രക്ഷപ്പെട്ട കള്ളന്മാർ തിരിച്ചു വരുമോ? നോ, ദേ കാൺട്ട് ബി ദർ, അവർക്ക് അവിടെ ഉണ്ടാവില്ല. അവർ തിരിച്ചു വരില്ല. കാരണം എന്താ? ദേ വുഡൻറ്റ് ബി സച്ച് ഇഡിയറ്റ്സ് ഹാസ് ടു ഹാങ് അറൗണ്ട് ദർ, ഇവിടെ ചുറ്റി നടക്കാൻ മാത്രം മണ്ടന്മാരായിരിക്കില്ല അവരെന്ന് സ്വയം സമാധാനിക്കുകയാണ് നിയാഗർ. ദ ഹീപ്പ് ഓഫ് ദ ഗ്രീൻ ലീവ്സ് കെയിം ഇൻ സൈറ്റ്, ആ സമയത്ത് ഈ ഒരു മരിച്ച കള്ളൻ്റെ മേൽ ഇവർ കൂമ്പാരം കൂട്ടിയിട്ട് ലീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നിയാഗർ. നമ്പർ പാരലൈസിങ് പെയിൻ റാൻ ത്രൂ ഹിസ് സ്പൈൻ, അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്പൈനിൽ കൂടെ, നട്ടലിലൂടെ ഒരു ഭയത്തിൻ്റെ ഒരു ഇതൊക്കെ വന്നു നിയാഗറിന്. ഹി തോട്ട് ഹിസ് ഹാർട്ട് ഹാസ് സ്റ്റോപ്ഡ് ബീറ്റിംഗ്, ഹാർട്ടിടി നിൽക്കുന്ന പോലെ തോന്നി. സ്റ്റോപ്പ് ടു ചെക്ക്, ഹി വാസ് സ്റ്റിൽ ബീറ്റിംഗ്, ഓ ഹാർട്ട് അടിക്കുന്നുണ്ട്, ഓൾ റൈറ്റ്. ഹി വാസ് ജസ്റ്റ് നെർവസ്, ടെൻഷൻ അടിച്ചതാണ്. വേഗം നടന്നു. ആൻഡ് എക്കോ ഓഫ് ഹിസ് ഫുഡ് സ്റ്റെപ്പ് കേൾക്കാമായിരുന്നു. വെൻ നിയാഗർ റീച്ച്ഡ് ദ സീൻ ഓഫ് മർഡർ, ആ ഒരു മരിച്ച ഒരാൾ കള്ളൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഹി നോട്ടീസ് ദാറ്റ് എവറിത്തിങ് വാസ് എക്സാക്ട്ലി ആസ് ദേ ഹാഡ് ഹെൽഡ് ഇറ്റ് ഏർലിയർ, വെച്ച് പോയ പോലെ തന്നെയുണ്ട് അത്. ഹി സ്റ്റൂഡ് ദർ ഫോർ എ ലൈവ്, കുറച്ച് നേരം അവിടെ നിന്നു. അൺഡിസൈഡഡ്, തീരുമാനിക്കാൻ പറ്റാതെ. ഹി ലുക്ക്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ, നോക്കിയിട്ട് നോ വൺ ഈസ് കമ്മിങ്, ആരും വരുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇവിടെ ആരുമില്ല. ഹി വാസ് ഓൾ എലോൺ വിത്ത് ദ ഡെഡ് ബോഡി, ഈ നിയാഗറും കള്ളൻ്റെ ഡെഡ് ബോഡിയും മാത്രമേ ഉള്ളൂ. ഹി നൗ ഫെൽറ്റ് നെർവസ്, ഇപ്പോൾ ഭയം തോന്നി. വൈ ഷുഡ് യു ഡിസ്റ്റർബ് എ ഡെഡ് ബോഡി, എന്തിനാണ് ഡെഡ് ബോഡീനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹിസ് ഇന്നർ വോയിസ് ആസ്ക്ഡ് ഹിം, നിയാഗറിൻ്റെ ഉൾമനസ്സ് ചോദിച്ചു. വാട്ട് ഡു യു വോണ്ട് ടു ഡു വിത്ത് ദ മണി, പണം കൊണ്ട് എന്ത് ചെയ്യാനാ? യു ഹാവ് 3 wives, നിനക്ക് 3 ഭാര്യമാരുണ്ട്. 12 children, 12 മക്കളുണ്ട്. യു ഹാവ് മെനി കാറ്റിൽ, ഒരുപാട് കന്നുകാലികളുണ്ട്. പിന്നെ ഫുഡ്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. വാട്ട് മോർ ഡു യു വോണ്ട്, പിന്നെ നിനക്ക് എന്തിനാ ആവശ്യമെന്ന് നിയാഗറിൻ്റെ ഉൾമനസ്സ് ചോദിച്ചു കൊണ്ടിരുന്നു. ഹി ഫെൽറ്റ് ഈവൺ മോർ നെർവസ്, അപ്പോൾ പേടി വീണ്ടും തോന്നി. വാസ് അബൌട്ട് ടു റിട്രീറ്റ് വെൻ ആൻ ഏർജ് സ്ട്രോങ്ങർ ദാൻ ഹിസ് വിൽ ഏജ്, പക്ഷേ പണം പിന്നെയും വേണമെന്നുള്ള ആഗ്രഹം. യു ഹാവ് കം ഓൾ ദിസ് ഫാർ ഫോർ വൺ കോസ് ഓൺലി, and man is lying before you, you need to put your hand in his pockets, പോക്കറ്റിൽ കൈയിട്ട് നോക്കുകയാണ്. ആൻഡ് ഓൾ മണി വിൽ ബി യൂസ്, അത്ര ആവശ്യമുള്ളൂ, നീ ഒന്ന് പോക്കറ്റിൽ കൈയിട്ടാൽ മതി, അപ്പോൾ പണം മുഴുവൻ നിൻ്റെ ആവുന്നു. ഡോണ്ട് ഡിസീവ് യുവർ സെൽഫ് ദാറ്റ് യു ഹാവ് ഇനഫ് വെൽത്ത്. സോ എന്താണ്, എത്ര പണം ഉണ്ടെങ്കിലും പിന്നെ വേണമെന്നുള്ള ആ മനുഷ്യൻ്റെ സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നോബഡി ഇൻ ദ വേൾഡ് ഹാസ് ഇനഫ് വെൽത്ത്, കാരണം എന്താ, ആർക്കും ആവശ്യത്തിനുള്ള സ്വത്തില്ല ഈ ഭൂമിയിൽ എന്ന് പറയാൻ കാരണം എന്താ, എത്ര ഉണ്ടെങ്കിലും പിന്നെ വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും.
നിയാഗർ ബെൻഡ് ഓവർ ദ ഡെഡ് വൺ. അപ്പോൾ നിയാഗർ ഒരു മരിച്ച കള്ളൻ്റെ ശവത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ലീവ്സൊക്കെ മാറ്റി. ഈ ഫാം കെയിം ഇൻ ടു കോണ്ടാക്ട്, ഈ ആളുടെ ചെസ്റ്റുമായിട്ട് കൈ കോണ്ടാക്റ്റ് വന്നു. ഫോൾഡഡ് ഓൺ ഹിസ് ചെസ്റ്റ്, ഇറ്റ് വാസ് സ്റ്റിൽ വാം. പക്ഷേ അത്ഭുതപ്പെടുത്തിയിട്ട്, സാധാരണ മരിച്ചവരുടെയൊക്കെ കൈക്ക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഭാഗത്ത് ഭയങ്കര തണവായിരിക്കും ചെസ്റ്റൊക്കെ, പക്ഷേ ഇവിടെ ചൂടുണ്ടായിരുന്നു. ആ ചിൽ റാൻ ത്രൂ ഹിം അഗെയിൻ. വീണ്ടും അയാളുടെ ശരീരത്തിൽ ഒരു ചൂട് കടന്നുപോയി. ഹി സ്റ്റുഡ് അപ്പ്. ഇറ്റ് വാസ് അൺയൂഷ്വൽ ഫോർ എ റെഡ് പേഴ്സൺ ടു ബി വാം. മരിച്ച ഒരാൾ ചൂടായിരിക്കുക അത്ഭുതമാണല്ലോ നിയാഗർ ചിന്തിക്കുകയാണ്. ഡിസ്മിസ് ദ തോട്ട്. ഓക്കെ, പക്ഷെ പെട്ടെന്ന് ചിന്തയൊക്കെ മാറ്റിയിട്ട് പേടിയുണ്ട്. ആൻഡ് വാസ് ഇമാജിൻ തിങ്സ്. ഹി ബെൻഡ് ഓവർ ദ മാൻ അഗെയിൻ. വീണ്ടും ഇയാളുടെ അടുത്തേക്ക് കുനിഞ്ഞു. ഹി ലുക്ക്ഡ് ഡെഡ് ഓൾ റൈറ്റ്. ഓക്കെ, മരിച്ചു, ഇയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി. ഹി ഹംബിൾഡ് ക്വിക്ക്ലി ടു ഫൈൻഡ് പോക്കറ്റ്. അങ്ങനെ ഇപ്പോൾ പോക്കറ്റ് തപ്പുകയാണ്. ഹി ഡിപ്ഡ് ഹിസ് വൺ ഹാൻഡ് ഇൻ വൺ. ഫസ്റ്റ് പോക്കറ്റിൽ കൈയിട്ടു, പക്ഷെ എംപ്റ്റി, അതിലൊന്നുമില്ല. സെക്കൻഡ് പോക്കറ്റിലിട്ടു, അതിലും ഒന്നുമില്ല. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ വന്നു നിയാഗറിന്. ദെൻ ഹി റിമെമ്പേർഡ്. ആ സമയത്ത് നിയാഗർ ഓർത്തു, ഇങ്ങനെയുള്ള കാറ്റിൽ ട്രേഡേഴ്സ്, കന്നുകാലി ട്രേഡേഴ്സിൻ്റെ കയ്യിൽ അവർ പണം എപ്പോഴും സ്മോൾ ബാഗിലാക്കിയിട്ട് അവരുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയാണ് ഇടുക എന്ന് ആലോചിച്ചു. അപ്പോൾ നിയാഗർ എന്ത് ചെയ്തു? ഹി നെൽറ്റ് ബിസൈഡ് ദ ഡെഡ് മാൻ്റെ അടുത്ത് നിന്നു. അങ്ങനെ കഴുത്ത് കണ്ടു. ഷൂ ഇനഫ് വാസ് എ സ്ട്രിങ്. അവിടെ എന്തായാലും ഒരു ടൈ കെട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലായി. ഹാങ് എ ലിറ്റിൽ ബാഗ് ഉണ്ടാവും എന്ന് ചിന്തിക്കുകയാണ്. ആൻഡ് ട്രിംഫറ്റ് സ്മൈൽ പ്ലേഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ഹിസ് മൗത്ത്. അങ്ങനെ സന്തോഷമായി. സിൻസ് ഹി ഹാഡ് നോ നൈഫ് വിത്ത് വിച്ച് ടു കട്ട് ദ സ്ട്രിങ്. ആ ഒരു വള്ളി കട്ട് ചെയ്യാനായിട്ട് കത്തി ഉണ്ടായിരുന്നില്ല. ഹി ഡിസൈഡഡ് ടു റിമൂവ് ഇറ്റ് ഓവർ ദ മാൻസ് ഹെഡ്. തലയെ കൂടെ ഊരിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ആസ് നിയാഗർ ലിഫ്റ്റഡ്. അപ്പോൾ എന്താണ്, നിയാഗർ ഇവിടെ ലിഫ്റ്റ് ചെയ്യുകയാണ്. എന്താ ലിഫ്റ്റ് ചെയ്യുന്നത്? ദ മാൻസ് ഹെഡ്. ദർ വാസ് എ ക്രാഷിംഗ് ബ്ലോ റൈറ്റ് ഐ. ഒരു ശബ്ദം ഉണ്ടാവുകയാണ്. സ്ട്രൈക്കഡ് ഫോർ എ ഫ്യൂ വേർഡ്സ് ആൻഡ് ഫെൽ അൺകോൺഷ്യസ് ടു ദ ഗ്രൗണ്ട്. ബോധം കെട്ട് വീഴുന്നു നിയാഗർ. ദ തീഫ് ഹാഡ് ജസ്റ്റ് റീഗെയിൻ കോൺഷ്യസ്. കാരണം അപ്പം തന്നെ കള്ളൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കള്ളന് ബോധം തിരിച്ചു കിട്ടി. ആൻഡ് വാസ് സ്റ്റിൽ വെരി വീക്ക്. കള്ളൻ ഭയങ്കര വീക്കായിരുന്നു എന്ന് പറയണം. ബട്ട് ദർ വാസ് നോ ടൈം ടു ലോസ്. ഹി മാനേജ് ടു ഗെറ്റ് അപ്പ് ഓൺ ഹിസ് ഫീറ്റ് ആഫ്റ്റർ എ സെക്കൻഡ് അറ്റംപ്റ്റ്. കള്ളൻ എഴുന്നേറ്റ് നിന്നു. പക്ഷേ കള്ളൻ്റെ ശരീരത്തിൽ നിറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു. പക്ഷേ മൈൻഡ് ക്ലിയറായി. പക്ഷേ ഹി ഗാദർഡ് ഓൾ ദ ഗ്രീൻ ലീവ്സ് ആൻഡ് ഹീപ്ഡ് ദം. എല്ലാം മാറ്റി ദം ഓൺ നിയാഗർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, കള്ളൻ ആരെ കൊന്നു? നിയാഗറിനെ കൊന്നു. എല്ലാം ആരുടെ? ഈ ഇലകൾ മുഴുവൻ കള്ളനെ എങ്ങനെയാണോ വെച്ചത് അതുപോലെ നിയാഗറിനെ വെച്ചു. അപ്പോൾ ആക്ച്വലി കള്ളൻ ഇപ്പോൾ ആരെ കൊന്നു? നിയാഗറിനെ കൊന്നു. ഹി ദെൻ മെയ്ഡ് ഫോർ ദ ബ്രിഡ്ജ് വിച്ച് ഹി ഹാഡ് ഫെയിൽഡ് ടു ലൊക്കേറ്റ് ഡ്യൂറിങ് ദ ബാറ്റിൽ. എന്നിട്ട് ആ ഒരു ബ്രിഡ്ജിലൂടെ, പാലത്തിലൂടെ ഓടിപ്പോയി കള്ളൻ. ഹി വാക്ക്ഡ് അവേ ക്വിക്ക്ലി. പെട്ടെന്ന് ഓടിപ്പോയി. ദ സ്പിരിറ്റ് ഷുഡ് നോട്ട് ലീവ് ദ ബോഡി വൈൽ ഹി വാസ് സ്റ്റിൽ ഓൺ ദ സീൻ. ഹി വാസ് നിയർലി ഡോൺ. നേരം വെളുക്കാറായി. ഹി വുഡ് റീച്ച് ദ റിവർ മിഗ്വോ ഇൻ ടൈം. മിഗ്വോ വന്നിട്ടുണ്ട്. ടു റിൻസ് ദ ബ്ലഡ് ഓഫ് ഹിസ് ക്ലോത്ത്സ്. ബിഫോർ സൺറൈസ് ദ ക്ലാൻ ലീഡർ ആയിട്ടുള്ള ഒലീലിയോ സൗണ്ട് ഓഫ് ദ ഫ്യൂണറൽ ഡ്രം. അപ്പോൾ അത് അവിടുത്തെ ഒരു ചടങ്ങാണ്. ഒരു ഡ്രം അടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ആരോ മരിച്ചിട്ടുണ്ട്, അവരുടെ ശവസംസ്കാരമാണെന്നാണ്. വിത്തിൻ ആൻ അവർ, ഒരു മണിക്കൂറിന് ശേഷം, മോർ ദാൻ 100 ക്ലാൻസ്മാൻ, 100 അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവിടെ നടന്നു വന്നു. ഒപ്പോക് ട്രീയുടെ അവിടെ. വേർ ദ എൽഡേഴ്സ് നോർമലി മെറ്റ് ടു ദെയർ ക്രിമിനൽ ആൻഡ് സിവിൽ കേസസ്. ഒലീലിയോ എന്നിട്ട് പറഞ്ഞു, ലിസൺ മൈ പീപ്പിൾ, സം ഓഫ് യു മസ്റ്റ് ഹാവ് ഹേർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വി ഹാഡ് ഇൻ അവർ ക്ലാൻ ലാസ്റ്റ് നൈറ്റ്. ഉണ്ടായ സംഭവം. തീവ്സ് ബ്രോക്ക് ഇൻ ഒമോഗോസ് ക്രാൾ ആൻഡ് സ്റ്റോം. ഒമോഗോയുടെ അടുത്തേക്ക് വന്നിട്ട് കള്ളന്മാർ 6 ഓക്സനെ, കളകളെ കൊണ്ടുപോയി. ഫോർ ദ ക്രൗഡ്. അപ്പോൾ എല്ലാവരും അത്ഭുതമായി. ഒലീലിയോ പറയാണ്, ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് വാഷ് ഷെഡ്, രക്തച്ചുരിച്ചിലുണ്ടായി. ആൻഡ് നൗ ഹാവ് എ ബ്ലഡി ലൈ ഹിയർ. ഒരു കള്ളവിടെ കിടക്കുന്നുണ്ട്, കൊന്നു എന്ന് പറയാണ്. ഈസ് ദിസ് സോ? വൺ എൽഡർ ആസ്ക്. ഒരു പ്രായമുള്ള മനുഷ്യൻ ചോദിച്ചു. യെസ് ഇറ്റ് ഈസ് സോ, ഒലീലിയോ പറഞ്ഞു. അങ്ങനെയാണെന്ന് പറഞ്ഞു. ഒലീലിയോ ആരാണ്? മൂപ്പൻ, ലീഡർ കേട്ടോ. നൗ ലിസൺ ടു മീ. ഓൾദോ അവർ ലോസ് പ്രൊഹിബിറ്റ് എനി വാൻറ്റഡ് കില്ലിംഗ്, തീവ്സ് ആൻഡ് അഡൾട്ടേഴ്സ് വാസ് റിഗാർഡ് ആസ് ആനിമൽസ്. ഇഫ് എനി വൺ കിൽ വൺ ഓഫ് ദം ഹീ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് മർഡർ. നമ്മുടെ വിശ്വാസപ്രകാരം കള്ളന്മാരൊക്കെ ആരാണ്? മൃഗങ്ങളെ പോലെയായിട്ടാണ് നമ്മൾ കാണുന്നത്. കൊണ്ട് അവനെ കൊന്നതിൽ നമുക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. ഹീസ് ലുക്ക്ഡ് അപ്പോൺ ഹാസ് എ പേഴ്സൺ ഹു ഹാസ് റിഡ് സൊസൈറ്റി ഓഫ് ആൻ evil സ്പിരിറ്റ് ആൻഡ് ഇൻ റിട്ടേൺ സൊസൈറ്റി ഹാസ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഹിം ആൻഡ് ഹിസ് ചിൽഡ്രൻ എന്നൊക്കെ പറയുകയാണ്. യു ഓൾ നോ ദാറ്റ് സച്ച് എ പേഴ്സൺ മസ്റ്റ് ബി ക്ലെൻസ്ഡ് ബിഫോർ ഹി അഗെയിൻ അസോസിയേറ്റ് വിത്ത് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ബട്ട് ദ വൈറ്റ് മാൻസ് ലോസ് ആർ ഡിഫറെൻറ്റ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അങ്ങനെയാണ്, പക്ഷേ വൈറ്റ് മാൻ്റെ ലോ വ്യത്യാസമാണെന്ന് പറയണം. കാരണം അവരുടെ ലോ പ്രകാരം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ
ഈ ഒരു കാറ്റിലിനെ കട്ടത് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീപ്പിംഗ് ഇൻ യുവർ വൈഫ്സ് ഹട്ടിന് ആ ഒരു കാര്യങ്ങൾ കൊന്നു കളഞ്ഞാൽ യു ആർ ഗിൽറ്റി ഓഫ് മർഡർ, കൊലപാതക കുറ്റം വരും. ആരുടെ? ബ്രിട്ടീഷുകാരാണെങ്കിൽ അവർ കൊലപാതക കുറ്റം ചുമത്തുമെന്ന് പറയാണ്. ആൻഡ് ഫോർ യു മസ്റ്റ് ഓൾസോ ബി കിൽഡ്, നിങ്ങളെയും കൊല്ലുമെന്ന് പറയാണ്. ബിക്കോസ് ഹീ തിങ്സ് ഹിസ് ലോസ് ആർ സുപ്പീരിയർ ടു അവേഴ്സ്, കാരണം ബ്രിട്ടീഷുകാരുടെ വിചാരത്തിൽ അവരുടെ നിയമങ്ങൾ മറ്റെന്തിനേക്കാളും വലുതാണ് എന്ന് പറയുകയാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? വി ഹാവ് ആൻസിസ്റ്റേഴ്സ്, നമുക്ക്. അപ്പോൾ ലിലിയോ പറയാണ് നമുക്ക് പൂർവികരുണ്ട്. വൈറ്റ് മാൻ ഹാസ് നൺ, വൈറ്റ് മാനിന് പക്ഷേ അങ്ങനത്തെ പൂർവികരില്ല എന്ന് പറയണം. ദാറ്റ് ഈസ് വൈ ദേ ബറി ദെയർ ഡെഡ് ഫാർ അവേ ഫ്രം ദെയർ ഹൗസസ്, അതുകൊണ്ടാണ് വൈറ്റ് മാൻ അവരുടെ റിലേറ്റീവ്സ് മരിക്കുമ്പോൾ ശവം വളരെ അകലെ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ സംസ്കരിക്കുന്നു എന്ന് പറയാണ്. ദിസ് ഈസ് വാട്ട് വി ഷുഡ് ഡു, വി ഷാൽ സെൻഡ് 30 men ടു ദ വൈറ്റ് മാൻ ടു ടെൽ ഹിം ദാറ്റ് വി ഹാവ് കിൽഡ് എ തീഫ്. സോ നമ്മളെ ആളുകളെ വിട്ടിട്ട് വൈറ്റ് മാനെ അറിയിക്കണം നമ്മളൊരു കള്ളനെ കൊന്നു. ദിസ് ഗ്രൂപ്പ് ഷുഡ് ടേക്ക് ഹിം ദ വോൾ ക്ലാൻ കിൽഡ് ദ തീഫ്, മൊത്തമായിട്ട് എല്ലാവരും കൂടെ കൂട്ടായിട്ടാണ് കൊന്നത്, ഒരാളല്ല. ടേക്ക് മൈ വേർഡ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ലിലിയെ വിടുകയാണ്. വൈറ്റ് മാൻ സ്ട്രിക്സ് വർക്ക് ഓൺലി എമോങ് എ ഡിവൈഡഡ് പീപ്പിൾ, വൈറ്റ് മാൻ്റെ സൂത്രങ്ങളൊക്കെ നടക്കണമെങ്കിൽ വിഭജിച്ചപ്പെട്ട ആളുകളുടെ അടുത്ത് നടക്കുള്ളൂ, നമ്മൾ ഒരുമിച്ച് യുണൈറ്റഡ് ആണെന്ന് പറയാണ്. അതുകൊണ്ട് ആർക്കും നമ്മളെ കൊല്ലാൻ പറ്റില്ല. ഓൾഡ് മാൻ വാസ് സ്പോക്കൺ വെൽ, ഓൾഡ് മാൻ നല്ലോണം സംസാരിച്ചു. ഷൗട്ടഡ് 30 men സെലക്ട് ചെയ്തു. അങ്ങനെ അവർ വൈറ്റ് മാനോട് ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് പറയാനായിട്ട് പോയി. More people, including some women, had arrived to swell the number of group. They moved towards the river where the dead. എല്ലാവരും ഡെഡ് ബോഡി കാണാൻ പോവാണ്. നിയാമുടെ മൂഡ് നിയർ ഹെർ കോ-വൈഫ്, അങ്ങനെ നിയാഗറുടെ ഭാര്യയുണ്ട്. എന്നിട്ട് നിയാമുണ്ടയാണത്. നിയാഗറുടെ മറ്റൊരു ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിയാഗർ എന്ന് ചോദിക്കാറുണ്ട്, കാണുന്നില്ലല്ലോ എന്ന്. കോ-വൈഫ് പക്ഷേ ക്രൗഡിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, ഐ തിങ്ക് ഹി ഹാസ് ഗോൺ വിത്ത് ദ 30, 30 പേരുടെ കൂടെ പോയും തോന്നുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഹി ലെഫ്റ്റ് ഹോം ക്വൈറ്റ് ഏർലി, ഐ വോക്ക് അപ്പ് വെരി ഏർലി ഇൻ ദിസ് മോർണിംഗ് ബട്ട് ദ ഗേറ്റ് വാസ് ഓപ്പൺ, ഹി ഹാഡ് ലെഫ്റ്റ് ദ വില്ലേജ് എന്നൊക്കെ നിയാമുണ്ട പറയുന്നുണ്ട്. നിയാമുണ്ടയ്ക്ക് ഭയങ്കര ടെൻഷനായി. നിയാമുണ്ട റികളക്റ്റഡ് ദാറ്റ് ആസ് ദേ എൻറ്റേർഡ് ദ നാരോ പാത്ത് വിച്ച് ലെഡ് ടു ദ റിവർ ദെയർ ഫീറ്റ് ഫെൽറ്റ് വെറ്റ് ഫ്രം ദ മോർണിംഗ് ഡ്യൂ ആൻഡ് ബെൻഡിങ് അക്രോസ് ദ പാത്ത് ആസ് ഇഫ് സെയിങ് പ്രയേഴ്സ് ടു ദ വെൽക്കം ദ ഡോൺ. അപ്പോൾ ദുശ്ശകുനങ്ങളാണ്. അപ്പോൾ നടക്കുന്ന സമയത്ത് അതൊക്കെ സൂപ്പർസ്റ്റിഷ്യൻസ് ആണ് കേട്ടോ. ഫെൽറ്റ് വെറ്റ് ചെയ്തു മോർണിംഗ് ഡ്യൂ കൊണ്ട്. അപ്പോൾ അതുപോലെ നടക്കുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച ഓടിപ്പോയി എന്നൊക്കെ പറയണം. Valongra, which was completely empowered thick dew, she wanted to ask her co-wife whether the husband would have gone out. Noticing her indifference, she had decided to keep quiet. പക്ഷെ മറ്റേ മാരിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. I did not know that the black cat which dashed in front of us when we were coming here, Niyamude said to her co-wife. ആ കറുത്ത പൂച്ച ഓടിയത് ശകുനം ശരിയല്ല എന്നൊക്കെ പറയാണ്. Yes. ഇറ്റ് ഈസ് എ ബാഡ് സൈൻ ഫോർ ദ ബ്ലാക്ക് കാറ്റ്. അത് മോശം സൈനാണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാറ്റ് പാസ് ചെയ്യുന്നത്. ദേ ഹേർഡ് ദ സൗണ്ട് ഓഫ് എ ലോറിയുടെ ശബ്ദം കേട്ടു. ദേ ലുക്ക്ഡ് അപ്പ്, എല്ലാവരും നോക്കി. ആൻഡ് സോ എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ്, ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് വരികയാണ്. ആൻഡ് 2 പോലീസ് ലോറീസ്, പോലീസുകാരുടെ ലോറീസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ദ 2 ലോറീസ് പുൾഡ് അപ്പ് എ ഹീപ്പ് ഓഫ് ഗ്രീൻ ലീവ്സ്. യൂറോപ്യൻ പോലീസ് ഓഫീസറും പിന്നെ ആരുള്ളത് 4 ആഫ്രിക്കൻ പോലീസ് ഓഫീസേഴ്സും അതിൽ നിന്ന് വന്നു. They opened the back of one of the lorries, തുറന്നു. And 30 men who had been sent to the police station by the clan, അവരാണ് ഈ 30 പേരെ വിട്ടിരുന്നല്ലോ, അവരും ഈ ലോറിയിൽ ഉണ്ടായിരുന്നു. Where is the clan leader? എവിടെ ലീഡർ എന്ന് ചോദിക്കുകയാണ് വൈറ്റ് ഓഫീസർ ചോദിച്ചപ്പോൾ ഒലിലിയോ സ്റ്റെപ്ഡ് ഫോർവേഡ് എന്നിട്ട് പറഞ്ഞു, ഞാനാണെന്നുള്ള രീതിയിൽ ഒലിലിയോ മുന്നിലേക്ക് നിന്നപ്പോൾ ടെൽ മീ ദ ട്രൂത്ത് വാട്ട് ഹാപ്പൻ. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു എന്താ സംഭവിച്ചത്, സത്യം പറയാൻ പറഞ്ഞു. ഐ ഡോണ്ട് ബിലീവ് എ വേർഡ് ഓഫ് വാട്ട് ദീസ് പീപ്പിൾ ആർ സെയിങ്. ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വാട്ട് ഡിഡ് യു സെൻഡ് ദം ടു ടെൽ മീ, എന്ത് പറയാനാണ് വിട്ടേന്ന് ചോദിക്കുകയാണ്. ഒലിലിയോ സ്പോക്ക് സോബർലി ആൻഡ് സ്ലോലി ഇൻ ദോലു, പ്രൊനൗൺസിങ് എവരി വേർഡ് ഡിസ്റ്റൻ്റ്ലി. അവരുടെ ആ ഒരു ഭാഷയിൽ സംസാരിക്കുകയാണ്. ഹിസ് വേർഡ്സ് വർ ട്രാൻസ്ലേറ്റഡ് ബൈ എ ആഫ്രിക്കൻ പോലീസ് ഓഫീസർ. ആഫ്രിക്കൻ പോലീസ് ഓഫീസർ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഐ സെൻഡ് ദം ടു ഇൻഫോം യു ദാറ്റ് വി ഹാവ് കിൽഡ് എ തീഫ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഒലിലിയോ പറയാണ്, ഞങ്ങൾ ഇവരെ അയച്ചത് വേറൊരു കാര്യം പറയാനാണ്, ഞങ്ങൾ ഒരു കള്ളനെ കൊന്നു കഴിഞ്ഞ രാത്രി. അപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, യു കിൽഡ് എ മാൻ, ഒരാളെ കൊന്നോ? ദ വൈറ്റ് മാൻ മൂവ് ടുവേഴ്സ് ദ ഒലിലിയോ. മറ്റൊരു പോലീസുകാരൻ കൂടിയാണ്, യു കിൽഡ് എ മാൻ, ഒരു മനുഷ്യനെ കൊന്നോ? വൈറ്റ് പോലീസുകാരൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നോ വി കിൽഡ് എ തീഫ്. അപ്പോൾ പറയാണ്, ഞങ്ങളൊരു മാനിയല്ല കൊന്നൊരു കള്ളനിയാണ് ഒലിലിയോ പറയാണ്.
How many times I told you that you must have abandoned this savage custom of butchering one another. അപ്പോൾ ഇവിടെ വൈറ്റ് പോലീസ്മാൻ പറയാണ്, എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരു പരിപാടി നിർത്തിവെക്കാൻ. നോ വൺ ഈസ് എ തീഫ് അൺടിൽ വി ഹാവ് ബീൻ ട്രൈഡ് ഓഫ് എ കോർട്ട്. ആരും കള്ളനല്ല, അവർക്ക് കോടതിയാണ് തീരുമാനിക്കുന്നത്, നിയമവും ഉണ്ടല്ലോ, അത് നിങ്ങളല്ല എന്ന് പറയാണ്. യുവർ പീപ്പിൾ ആർ ഡഫ്, എന്തോരം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയാണ്. വൈറ്റ് മാൻ പോയിൻറ്റഡ് അറ്റ് ഒലീലിയോ വിത്ത് ഹിസ് സ്റ്റിക്ക് ഇൻ ആൻ ഒമിനിയസ് മാനർ, ദേഷ്യം കൊണ്ട്. ഈ സമയത്ത് ഐ ഷാൽ ഷോ യു ഹൗ ടു ഒബേ ദ ലോ, എങ്ങനെ നിയമം അനുസരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് ദേഷ്യത്തിൽ വൈറ്റ് പോലീസ്മാൻ പറയാണ്. ഹൂ കിൽഡ് ഹിം, ആരെ കൊന്നു, വൈറ്റ് ഓഫീസർ പറയാണ്. അപ്പോൾ ഒലീലിയ എന്താ പറയുന്നത്, ഓൾ ഓഫ് us, ഞങ്ങളെല്ലാവരും കൂടെ എന്ന് പറയാണ്. പോയിൻറ്റിങ് അറ്റ് ദ ക്രൗഡിനോട് ചോദിച്ചുകൊണ്ട്. ഡോണ്ട് ബി സിലി, ഹൂ ഹിറ്റ് ഹിം ഫസ്റ്റ്, ആരാണ് അയാൾ ആദ്യം അടിച്ചതെന്ന് ചോദിക്കുകയാണ്. ദ ക്രൗഡ് വാസ് ഗെറ്റിംഗ് റെസ്ലെസ്, ക്രൗഡിന് ദേഷ്യം വന്നു. പീപ്പിൾ സെർച്ച്ഡ് ഫോർവേഡ്, മുന്നോട്ട് വരികയാണ്. ദ 5 പോലീസ് ഓഫീസേഴ്സ് വി ഓൾ ഹിറ്റ്, ഞങ്ങളെല്ലാവരും അടിച്ചു. അവർ ഉറക്കനെ പറയുകയാണ്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ. യു ആർ ഫ്രീ ടു ഡൂ സോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. യു ആർ ബെറ്റർ സെൻഡ് മീ ഫോർ മോർ ലോറീസ് കൊണ്ട് ഞങ്ങളെല്ലാവരും കൊണ്ടുപോകും എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, വേർ ഇസ് എ ഡെഡ് മാൻ, എവിടെ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയാണ്. അപ്പോൾ ഒലിലിയോ പറയാണ്, ദർ, അവിടെ ഉണ്ടെന്ന് പറയാണ്. ഹീപ്പ് ഓഫ് ലീവ്സ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദ പോലീസ്മാൻ ആ ലീവ്സിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ക്രൗഡും വരുന്നുണ്ട്. The last time a man had been killed in the area, the policeman took the corpse to Kisumu, where it was cut it into pieces and then stitched it up again. അപ്പോൾ കിസുമു എന്ന് പറഞ്ഞ ഒരാൾ ഇതുപോലെ കൊന്നിട്ടുണ്ടായിരുന്നു, പീസാക്കിയിട്ടുണ്ടായിരുന്നു. Then they returned it to the people saying, here is your man, bury him. ഒരാളെ കള്ളനെ കാട്ടി കൊടുക്കുകയാണ്. Some people claimed that the bile is extracted from such bodies and given to police cracker dogs, and that is അവർ ചെയ്യുന്ന ഒരു ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ പറയുന്നത്. The European officer told the other police officers to uncover the body തുറക്കാൻ പറയാണ്. അവരാദ്യം കുറച്ച് സംശയിച്ചെങ്കിലും പിന്നെ അവരനുസരിച്ചു. ഒലീലിയോ ലുക്ക്ഡ് അറ്റ് ദ ബോഡി ബിഫോർ ദെൻ അൺബിലീവ്, ആ സമയത്ത് ഒലീലിയോ ബോഡി കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ദ ലുക്ക്ഡ് അറ്റ് ഹീസ് പീപ്പിൾ, ആളുകൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. വാസ് ഹി നോർമൽ, വെർ വാസ് തീഫ്, കള്ളൻ എവിടെ എന്ന് പറയാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ ബോഡി എ സെക്കൻഡ് ടൈം, വീണ്ടും നോക്കി. ഹി വാസ് നോട്ട് ഇൻസെയിൻ, ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇറ്റ് വാസ് ദ ബോഡി ഓഫ് നിയാഗർ, ചുരുക്കി പറഞ്ഞാൽ അത് കള്ളൻ്റെ ബോഡി അല്ലായിരുന്നു. ഇപ്പോൾ അവിടെയുള്ള ബോഡി ആരുടെയാണ്, നിയാഗറുടെയാണ്. നിയാഗർ ശരിക്കും പറഞ്ഞാൽ ഈ ഒലീലിയയുടെ കസിനാണ്. ഈ ഒലീലിയ എന്ന് പറഞ്ഞ ലീഡറിൻ്റെ കസിനാണ് നിയാഗർ. ഇപ്പോൾ ഉള്ള ബോഡി ആരുടെയാണ്, നിയാഗറുടെയാണ്, കള്ളൻ്റെ അല്ല. ഹുലേ ഡൈഡ്, നിയാഗർ മരിച്ചു കിടക്കുകയാണ്. ഓക്കെ, റൈറ്റ് ഐയിൽ എന്തോ സ്റ്റിക്ക് ഇങ്ങനെ കുത്തി കയറ്റിട്ടുണ്ട്. നിയാമുണ്ട ബ്രോക്ക് ലൂസ് ഫ്രോം ദ ക്രൗഡ്, നിയാമുണ്ട കരയാൻ തുടങ്ങി. റാൻ ടുവേഴ്സ് ദ ഡെഡ് ബോഡിയുടെ അടുത്ത്. ഷി ഫെൽ ഓൺ ഹസ്ബൻഡിൻ്റെ ബോഡിക്ക് എത്തി കരയാൻ തുടങ്ങുകയാണ്. ടേണിങ് ടു ദ ക്രൗഡ് ഷി ഷൗട്ടഡ്, വേർ ഈസ് ദ തീഫ് യു കിൽഡ്, എവിടെ കള്ളൻ, വേർ ഈസ് ഹീ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പിന്നെ പറയുന്നത് നമ്മൾ കാണുന്ന ആസ് ദ ടെൻഷൻ മൗണ്ട്, ഭയങ്കര ടെൻഷനാണ്. ക്രൗഡ് ബ്രോക്ക് അപ്പ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 2 or 3. ദ വിമൻ സ്റ്റാർട്ടഡ് ടു വെയിൽ ആൻഡ് മെൻ ഹു ഹാഡ് കിൽഡ് ദ തീഫ് ദാറ്റ് നൈറ്റ് അറ്റ് വൺ അനദർ ഇൻ ദ കംപ്ലീറ്റ് ബിലീഫ് ദേ ഹാഡ് ലെഫ്റ്റ് നിയാഗർ എൻ്റർ ഹിസ് വില്ലേജ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അത്ഭുതപ്പെട്ട എല്ലാവരും അങ്ങോട്ടും നോക്കുകയാണ്. ദെൻ ഒലീലിയ എന്താ പറയുന്നത്, വിത്തൗട്ട് എനി അറ്റംപ്റ്റ് ടു കൺസീൽ ഹിസ് ടിയർ, ഒലീലിയയ്ക്കും സങ്കടം വരുന്നുണ്ട്, കസിനാണല്ലോ. appeal to his people with his words, my countrymen, the heaven had been descended upon us. ശരിക്കും ഇവള് നമുക്കാണ് പ്രശ്നമായത്, നമ്മുടെ മേത്തിക്കാണ് വന്നത്. ലെറ്റ് ഇറ്റ് നോട്ട് ബ്രേക്ക് അപ്പ് അവർ സൊസൈറ്റി, ഓൾദോ നിയാഗർ ഈസ് ഡെഡ് ഹിസ് സ്പിരിറ്റ് ഈസ് സ്റ്റിൽ എമോങ് us. പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾ ഒരിക്കലും കളയരുത്. നിയാഗർ മരിച്ചാലും നിയാഗറിൻ്റെ സ്പിരിറ്റ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാണ്. പക്ഷെ നിയാമുണ്ട ഡിഡ് നോട്ട് നീഡ്, നിയാമുണ്ടയ്ക്ക് ആരുടെ ആശ്വാസവാക്കുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞു അല്ലേ. ഷീ സ്ട്രഗിൾ വൈഡ്ലി, കരയാൻ തുടങ്ങുകയാണ്. വിത്ത് ദ പോലീസ് ഹു ക്യാരിഡ് ദ കോപ്സ് ഓഫ് ഹസ്ബൻഡ്. അപ്പോൾ ആ പോലീസുകാരനോട് ഹസ്ബൻഡിൻ്റെ ബോഡി കൊണ്ടുപോകണ്ട എന്ന് വാശി പിടിക്കുകയാണ് നിയാമുണ്ട്. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ ലോറി ടു ബി ടേക്കൺ ടു കുസുമു ഫോർ എ പോസ്റ്റ്മോർട്ടം. കുസുമു എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം. പോലീസ് ഓഫീസർ കംഫർട്ടഡ്, പോലീസ് ഓഫീസർക്ക് ഭാര്യയുടെ വിഷമം മനസ്സിലായി കംഫർട്ട് ചെയ്യുന്നുണ്ട് നിയാമുണ്ടേനെ. ആൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട് വില്ലേജ് വൈഡ് എൻക്വയറി വുഡ് സ്റ്റാർട്ട് അറ്റ് വൺസ് ഇൻ ദ ഡെത്ത് ഓഫ് ഹസ്ബൻഡ്, ആരാ ഭർത്താവിനെ കൊന്നത് എന്നറിയാനായിട്ട് ഇൻക്വസ്റ്റ് നടത്താമെന്ന് വാക്ക് നിയാമുണ്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിയാമുണ്ട തലയാട്ടുന്നുണ്ട്. ഇഫ് യു സേ യു വിൽ ഗീവ് ഹിം ബാക്ക് ടു മീ അലൈവ് ദെൻ ഐ വിൽ ലിസൺ. നിങ്ങളുടെ വാക്കുകളൊന്നും നീ കേൾക്കണ്ട, നീ കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു തരൂ എന്നൊക്കെ നിയാമുണ്ട പറയുന്നുണ്ട്. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നുണ്ട്. ആൻഡ് സ്ട്രിപ്പ് ടു ദ വേസ്റ്റ് ഷി വാക്ക് സ്ലോലി ബിഹൈൻഡ് ദ മോണേഴ്സ്, കരയാണ്. വീപ്പിംഗ് ആൻഡ് ചാൻഡിങ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഹെർ ഹാൻഡ് റേസ്ഡ് അബൌട്ട് ഹെർ ഹാൻഡ്, തലയിൽ കൈവച്ചിട്ട് അവൾ എന്താ പാടുന്നത്,
മൈ ലവർ ദ സൺ ഓഫ് ഓച്ചിങ്. അപ്പോൾ ഇതാരെ കുറിച്ചിട്ടാണ് പറയുന്നത്? നിയാമുണ്ടേനെ കുറിച്ച് പറയണം. മൈ ലവർ, എൻ്റെ ഞാൻ പ്രണയിക്കുന്നവനാണ്. ദ സൺ ഓഫ് ഓച്ചിങ്. ദ സൺ ഓച്ചിങ് ആരാണ്? അപ്പോൾ നിയാഗൻ്റെ അച്ഛനാണ്. ദ സൺ ഓഫ് ഒമോളോ. ഒമോളോ ആരാണ്? അമ്മയാണ്. ദ റെയിൻസ് ആർ കമ്മിങ് ഡൗൺ. മഴ പെയ്യുന്നു. യെസ്, ദ റെയിൻസ് ആർ കമ്മിങ് ഡൗൺ. മഴ താഴേക്ക് വരുന്നു. ദ നൈറ്റ് വിൽ ബി ഡാർക്ക്. ഇനി വരുന്ന രാത്രികൾ ഇരുട്ട് കൂടും. ദ നൈറ്റ് വിൽ ബി കോൾഡ്. തണവ് കൂടും. ലോങ്, നീളം കൂടും. അപ്പോൾ ഇതൊക്കെ അവളുടെ വിഷമമാണ്. ഹസ്ബൻഡ് മരിച്ചതിലുള്ള വിഷമങ്ങളാണ്. ഓ സൺ ഇൻ ലോ ഓഫ് മൈ മദർ. എൻ്റെ അമ്മേരെ സൺ ഇൻ ലോ ആണ്. ഐ ഹാവ് നോ ഹാർട്ട് ടു ഫോർഗീവ്. എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല എന്ന രീതിയിൽ പറയുകയാണ്. ഐ ഹാവ് നോ ഹാർട്ട് ടു പാർഡൻ. എനിക്ക് ക്ഷമ ചോദിക്കാനും പറ്റില്ല. ഓൾ ദീസ് മോണേഴ്സ് ചീറ്റ് മീ. ഇവിടെ കരയുന്നവരൊക്കെ എന്നെ ചീറ്റ് ചെയ്തു. നൗ യെസ് ദേ ചീറ്റ് മീ. എന്നെ ചതിച്ചു. ബട്ട് വെൻ ദ സൺ ഗോസ് ടു ഹിസ് ഹോം ആൻഡ് ഡാർക്ക്നെസ് ഫോൾസ്. പക്ഷേ സൂര്യൻ പോകുമ്പോൾ, വീണ്ടും ഇരുട്ട് വരുമ്പോൾ, ദേ ഡെസേർട്ട് മീ. ഈ പറഞ്ഞവരെല്ലാവരും പോകും, ഞാൻ ഒറ്റയ്ക്കാവും. ഇൻ ദ കോൾഡ് അവേഴ്സ് ഓഫ് നൈറ്റ്. രാത്രി തണുത്ത് വരച്ച മണിക്കൂറുകളിൽ ഈച്ച് വുമൺ ക്ലിങ്സ് ടു ഹെർ മാൻ. ഹസ്ബൻഡും ഒത്തിരിക്കുമ്പോൾ ദർ ഈസ് നോ വൺ എമോങ് ദം. ദർ ഈസ് നൺ. ആരും എനിക്കുണ്ടാവില്ല. ദർ ഈസ് നോ വുമൺ ഹു വിൽ ലെൻഡ് മീ എ ഹസ്ബൻഡ് ഫോർ ദാറ്റ് നൈറ്റ്. ആരും എനിക്ക് ഹസ്ബൻഡിന് നൽകുകയുമില്ല. ഓ മൈ ലവർ. വീണ്ടും പറയാണ്. ദ സൺ ഓഫ് ഓച്ചിങ്. ദ സൺ ഇൻ ലോ ഓഫ് മൈ മദർ. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? നിയാഗറിനെ കുറിച്ച് നിയാമുണ്ടെ വിലപിച്ച് പാടുന്ന സോങ്, മോർണിംഗ് സോങ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിലൊരുപാട് അവരുടെ വിശ്വാസങ്ങൾ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷ് റൂളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റി വരുന്നുണ്ട്. ഈ ഒരു ക്ലാൻ്റെ, ഈ ഒരു ക്രിസ്ത്യൻ ലോ പറഞ്ഞ ഒരു ക്ലാനിൽ, അതുപോലെ തന്നെ ഈ ഒരു നിയാമുണ്ടെ അവരുടെയൊക്കെ ട്രൈബിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു.